ഹലോ കൂട്ടുകാരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുവോ? ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ക്ലാസ് 3യിലെ 3ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള കിത്തനെ പേർ ആണ്. അപ്പം കിത്തനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര, പേർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലുകൾ എന്നാണ് അർത്ഥം. ഒരു പീരീഡിലെ ടീച്ചറും കുട്ടികളും തമ്മിലുള്ള ഡിസ്കഷനാണ് നമുക്ക് ഈ പാഠത്തിൽ പഠിക്കാനായിട്ട് ഉള്ളത്. അപ്പോൾ പാഠത്തിലേക്ക് പോയാലോ? ബच्चे, സുപ്രഭാത് അധ്യാപിക ജി. ബच्चे കുട്ടികൾ പറയുകയാണ്, ഗുഡ് മോർണിംഗ് ടീച്ചർ. अध्यापिका, सुप्रभात बच्चों. आज हम धरती पर रहने वाले जीवों के पैरों की संख्या की बात करेंगे. സുപ്രഭാത് കുട്ടികളെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുഡ് മോർണിംഗ് കുട്ടികളെ. ഇന്ന് നമ്മൾ ഭൂമിയിലെ ജീവികളുടെ കാലിൻ്റെ എണ്ണത്തെ പറ്റിയാണ് പഠിക്കാനായിട്ട് പോകുന്നത്. जीवों के पैरों की संख्या 0 से लेकर कई 100 तक भी हो सकती है. ടീച്ചർ പറയുകയാണ്, കുട്ടികളെ നിങ്ങൾക്കറിയാമോ ഈ ഭൂമിയിൽ 0 മുതൽ 100 കാലുകൾ വരെയുള്ള ജീവികൾ ഉണ്ടെന്ന്. अच्छा, कोई बता सकता है कि किस जीव के പയർ നഹി ഹോത്തെ? ആ ശരി, ഇനിയും നിങ്ങൾക്കും ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഈ ഭൂമിയിൽ ഒരു കാല് പോലും ഇല്ലാത്ത ഒരു ജീവിയുടെ പേര്? ശ്യാം. അപ്പം ടീച്ചറിൻ്റെ ഈ ചോദ്യത്തിന് ഉത്തരമായിട്ട് ശ്യാം എന്ന് പറഞ്ഞിരിക്കുന്ന കുട്ടി എണ്ണീറ്റ് പറയുകയാണ്, जी हाँ अध्यापिका जी, मुझे पता है. എനിക്കറിയാം ടീച്ചറെ. बरसात में मैंने बहुत केंचुए देखे हैं. उनके पैर नहीं होते, वे पेट के बल सरकते हैं. അപ്പം ശ്യാം എന്ന് പറഞ്ഞിരിക്കുന്ന കുട്ടി എന്താണ് പറഞ്ഞത്? മഴക്കാലത്ത് ഞാൻ ഒരുപാട് കേഞ്ചുവേ എന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണിരകൾ, എർത്തുവാം എന്നാണ് അർത്ഥം. ദേ ഇതാണ് ഒരു മണ്ണിര. അപ്പം ഈ മണ്ണിരകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിന് കാലുകളേ ഇല്ല. ഇത് അതിൻ്റെ വയറിൻ്റെ ബലത്തിനാണ് മുന്നോട്ട് എഴഞ്ഞ് നീങ്ങുന്നത്. അധ്യാപിക, ബഹുത്ത് ടീക്ക്. ശരിയായ ഉത്തരം. അബ് കുച്ച് ദോ പൈറോം വാലെ ജീവോം കി ബാത് കരേംഗെ. ശരി, ഒരു കാലുകളും ഇല്ലാത്ത ജീവികളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി അടുത്തതായിട്ട് 2 കാലുകളുള്ള ജീവികളെക്കുറിച്ച് നമുക്ക് പറഞ്ഞാലോ? ഇൻ ജീവോം കെ ദ്വിപാദ് കാത്തെ ഹേ. ഇങ്ങനെയുള്ള ജീവികളെ നമ്മൾ വിളിക്കുന്നത് ദ്വിപാദ് എന്നാണ്. മനുഷ്യക്കെ അതിരിക്ത് ആപ് ഓർ കോയി ദ്വിപാദ് ബതാ സക്തേ ഹേ. മനുഷ്യരല്ലാതെ 2 കാലിൽ നടക്കുന്ന ഏതെങ്കിലും ജീവികളെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ? രമേശ് എന്ന് പറഞ്ഞിരിക്കുന്ന കുട്ടി പറയുകയാണ്, ക്യൂ നഹി, എന്തുകൊണ്ടില്ല? സാരി ചിടിയാം ദിപ്പാത് ഹി ഹോത്തി ഹേ നാ അധ്യാപിക ജി. ബേർഡ്സ് എല്ലാം 2 കാലിലാണ് നടക്കുന്നത് അല്ലേ ടീച്ചറെ? അപ്പം ടീച്ചർ പറഞ്ഞു, ബിൽക്കുൽ സഹി കഹ രമേശ്. രമേശ് ശരിയാണ്. അബ് ഹം യദി പശുओं की बात करें तो यह बताइए कि आपने कभी किसी ऐसे पशु का नाम सुना है जिसका 2 ही पैर हो? ആ ഇനി നിങ്ങൾ 2 കാലുകൾ മാത്രമുള്ള ആനിമൽസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അതിനെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ എന്ന് ടീച്ചർ ചോദിച്ചു. അപ്പം സവിത എന്ന് പറഞ്ഞിരിക്കുന്ന കുട്ടി പറയുകയാണ്, ജി ഹാം അധ്യാപിക ജി, മേരി മാ ഏക് ദിൻ മുझे ഓസ്ട്രേലിയ ദേശ് കെ വിഷയ മേ ബത്താ രഹി തീ. ആ എനിക്കറിയാം ടീച്ചറെ. ഒരു വട്ടം അമ്മ എനിക്ക് ഓസ്ട്രേലിയയെ പറ്റി പറഞ്ഞു തന്നിട്ടുണ്ട്. ഓർ ഉन्होंने मुझे वहाँ पाए जाने वाले एक द्विपाद पशु का चित्र दिखाया था. അന്നേരം അമ്മ എനിക്ക് 2 കാലിൽ നടക്കുന്ന ഒരു ജീവിയുടെ ഫോട്ടോ കാണിച്ചു തന്നിട്ടുണ്ട്. ജോ 2 पैरों पर कूद कूद कर चलता है. ആ ജീവിയുടെ പ്രത്യേകത അത് 2 കാലിൽ ചാടി ചാടിയാണ് മുന്നോട്ട് പോകുന്നത്. ദേ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതിൻ്റെ കൂട്ട്. കിന്തു മേ ഉസ്കാ നാം ഭൂൽ ഗയി. കാര്യമൊക്കെ ശരിയാണ്, പക്ഷേ ആ ജീവിയുടെ പേര് ഞാൻ മറന്നുപോയി. രജനി എന്ന് പറഞ്ഞിരിക്കുന്ന കുട്ടി എണ്ണീറ്റിട്ട് പറയുകയാണ്, हाँ हाँ मैंने भी उस द्विपाद पशु के विषय में एक पुस्तक में पढ़ा था जो मैं पुस्तकालय से लाई थी. ലൈബ്രറിയിൽ നിന്നും
എടുത്ത ഒരു പുസ്തകത്തിൽ ഞാൻ ദിപ്പാതായിട്ടുള്ള ജീവിയെക്കുറിച്ച് വായിച്ചിട്ടുണ്ട്. മുझे उसका नाम भी याद है, എനിക്ക് അതിൻ്റെ പേരും ഓർമ്മയുണ്ട്. ഉസേ കങ്കാരു कहते हैं, ആ ജീവിയുടെ പേരാണ് കങ്കാരു. ഉസ്കെ പേട് पर एक थैली भी होती है, ഈ ജീവിയുടെ വയറ്റിൽ ഒരു സഞ്ചിയും ഉണ്ട്. ജിസ്മേ വഹ് അപ്നെ ബച്ചോं को साथ ले जाते हैं, ഇങ്ങനെ ചാടി പോകുന്ന സമയത്ത് ഈ വയറ്റിലെ സഞ്ചിയിൽ കുട്ടികളെ ഇട്ടിട്ടാണ് അത് കൂടെ കൊണ്ടുപോകുന്നത്. അപ്പം അധ്യാപിക പറയുകയാണ്, വാ വാ ആപ് സബ് ബച്ചെ ബഡേ ബുദ്ധിമാൻ ഹേ, നിങ്ങളെല്ലാവരും ഭയങ്കര ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള കുട്ടികളാണ്. ആപ്കെ പാസ് മേരെ സബി പ്രശ്നോക്കെ ഉത്തരേ, കാരണം എൻ്റെ ഓരോ ചോദ്യത്തിനും നിങ്ങളുടെ പക്കൽ ഉത്തരങ്ങളുണ്ട്. വഹ് ജബ് തേസി സെ ചൽത്താ ഹേ തോ ദോ പൈറോം പർ കൂദ് കർ ചൽത്താ ഹേ. ഇനി ഞാൻ നിങ്ങൾക്ക് അറിയാത്ത ഒരു കാര്യം പറഞ്ഞുതരാം. ഈ കങ്കാരു മുന്നോട്ട് ചാടി പോകുന്ന സമയത്ത് അതിൻ്റെ 2 കാലുകൾ ഉപയോഗിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ലേക്കിൻ ജബ് വഹ് ധീരെ ചൽത്താ ഹേ, എന്നാൽ അത് പതുക്കെ പോകുന്ന സമയത്ത് തോ ജുക് കർ 4 പൈറോം പർ ചലനെ ലഗ്താ ഹേ, അത് മുന്നോട്ട് കുനിഞ്ഞിട്ട് അതിൻ്റെ മുന്നിലുള്ള 2 കാലും കൂടി ഉപയോഗിച്ചിട്ടാണ് പോകുന്നത്. അപ്പം മൊത്തം 4 കാലുകൾ ഉപയോഗിച്ചിട്ടാണ് പതുക്കെ പോകുന്ന സമയത്ത് കങ്കാരുക്കൾ മുന്നോട്ട് പോകുന്നത്. ഇസ്ലിയെ ഉസേ ചതുഷ്പാദ് ഭി कहते हैं, അതുകൊണ്ട് തന്നെ ഈ ജീവികളെ നമ്മൾ ചതുഷ്പാദ് എന്ന് പറയുന്ന പേരിലും അറിയപ്പെടുന്നു. और कभी कभी आगे बढ़ने में वह अपनी पूंछ काफ़ी उपयोग करता है. ഇത് കൂടാതെ ചിലപ്പോഴൊക്കെ മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് ഈ കങ്കാരുക്കൾ അതിൻ്റെ പൂഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാലും ഉപയോഗിക്കാറുണ്ട്. ഇസ്ലിയെ ഉസേ പഞ്ച് പാദ് ഭി कहते हैं, അതുകൊണ്ട് തന്നെ ഈ ജീവികളെ നമ്മൾ പഞ്ച് പാദ് എന്ന് വിളിക്കുന്നു. വൈസെ അധികतर പശുओं के तो 4 पैर ही होते हैं, जैसे गाय भैंस और, എന്നിട്ട് ടീച്ചർ പറയുകയാണ്, സാധാരണയായിട്ട് നമ്മുടെ ചുറ്റും കാണുന്ന മൃഗങ്ങൾക്കെല്ലാം തന്നെ 4 കാലുകളാണ് ഉള്ളത്. ഗായ് കൗവിനെ പോലെ, എരുമയെ പോലെ, ഓർ ഇനി നിങ്ങൾക്കറിയാമോ? അപ്പം സമീർ പെട്ടെന്ന് പറയുകയാണ്, കുത്ത ബില്ലി ഗോഡ. എന്താണ്? ആക്കും 4 കാലാണ്, പൂച്ചയ്ക്കും 4 കാലാണ്, ഹോഴ്സിനും 4 കാലാണ്. അപ്പം വീണ എന്ന് പറഞ്ഞിരിക്കുന്ന കുട്ടി അതിനെ തുടർന്ന് പറയുകയാണ്, ബക്കരി ഗദ്ദ ബന്ദർ. ബക്കരി നമുക്കറിയാം ആട്, ഗദ്ദ നമുക്കറിയാം ഡോങ്കി, ബന്ദർ നമുക്കറിയാം മങ്കി. അപ്പം റഫിയ പറയുകയാണ്, മേടക്ക് ഉദ്വിലാബ് ഗഡിയാല. മേടക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ഈ കാണിച്ചിട്ടുണ്ട് ഈ ചിത്രത്തിൽ ഫ്രോഗ്. അതുപോലെ ഉദ്വിലാബ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതാ നീർനായ. അതുപോലെ ഈ ഘടിയാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുതലയും ആണ്. അപ്പം രമേശ് പറയുകയാണ്, ഷേർ ചീത്ത. ഇത് കൂടാതെ നമ്മുടെ ലയനും ചീറ്റയ്ക്കും എല്ലാം എന്തുണ്ട്? 4 കാലുകളാണ് ഉള്ളത്. അപ്പോൾ വിപിൻ പറയുകയാണ്, ജേബ്ര ജിറാഫ്. ഇത് കൂടാതെ സീബ്രയ്ക്കും ജിറാഫിനും 4 കാലുകൾ ആണ്. അധ്യാപിക പറയുകയാണ്, ബഹുത്ത് സഹി ബച്ചോം. നിങ്ങളെല്ലാവരും പറഞ്ഞ ഉത്തരങ്ങൾ ശരിയാണ്. ആപ് സബ്കോ തോ ബഹുത്ത് സാരെ പശുവോं के नाम आते हैं, നിങ്ങൾക്ക് ഒരുപാട് മൃഗങ്ങളുടെ പേരറിയാം. ലേക്കിൻ അബ് ദേഖ്തേ ഹേ कि भिन्न भिन्न कीड़ों के पैरों के विषय में आपको कितना पता है. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇൻസെക്ട്സിൻ്റെ കാലുകളെ പറ്റിയാണ്. ആപ് സബീനെ ചീണ്ടേം ഓർ ചീട്ടിയോം തോ ദേഖി ഹി ഹേ. നിങ്ങളെല്ലാവരും ഉറുമ്പുകളെ കണ്ടിട്ടുണ്ടല്ലോ. ബത്തായിയെ ഉൻകെ കിത്തനെ പേർ ഹോത്തെ ഹേ. നിങ്ങൾക്കറിയാമോ ഈ ഉറുമ്പുകൾക്ക് എത്ര കാലുകളുണ്ട് എന്ന്? അപ്പം മീന എന്ന് പറഞ്ഞിരിക്കുന്ന പെൺകുട്ടി പറയുകയാണ്, അധ്യാപിക ജി ടീച്ചറെ, മുझे ചീണ്ടോं के देखने में बड़ा आनंद आता है. എനിക്ക് ഉറുമ്പുകളെ നോക്കിയിരിക്കാനായിട്ട് ഒരുപാട് ഇഷ്ടമാണ്. ഉൻകാ ചലന मैंने बहुत पास से देखा है. അത് മെല്ലെ മെല്ലെ മുന്നോട്ട് നടന്നു പോകുന്നത് വളരെ അടുത്തു പോയി ഞാൻ നോക്കിയിരുന്നിട്ടുണ്ട്. മേനെ കൈ ബാർ ഉൻകെ പയർ ഫി ഗിൻ ലിയേ. അതുകൊണ്ട് തന്നെ അതിൻ്റെ കാല് പലവട്ടം ഞാൻ എണ്ണി നോക്കിയിട്ടുമുണ്ട്. ഓർ പതാ ചലാക്കി ഉൻകെ പേർ ഓത്തേ ഹേ. എണ്ണി നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് ഈ ഉറുമ്പുകൾക്ക് 6 കാലുകൾ ഉണ്ട് എന്നാണ്. 1 2 3 4 5 6 ഒക്കെയാണല്ലോ. അപ്പോൾ അധ്യാപിക പറയുകയാണ്, അരെ വാ
അബ് ആപ് സ്വയം ഗിൻകർ ആയി ഹേ തോ ആപ്കാ ഉത്തർ സഹി ഹേ. നിങ്ങൾ നേരിട്ട് ഉറുമ്പിൻ്റെ കാലുകൾ എണ്ണി നോക്കിയിട്ട് വന്നതല്ലേ, അപ്പം ഈ ഉത്തരം തീർച്ചയായിട്ടും ശരിയായിരിക്കും. ആപ്കോ പത്താ ഹേ കി ചീട്ടി ഓർ അതിരിക്ത് ഓർ ബി കൈ കീടോ കെ ചെവ് പയറോത്തേ ഹേ. ഉറുമ്പുകളെ പോലെ തന്നെ ബാക്കി കുറേ ഇൻസെക്റ്റുകൾക്ക് നമുക്ക് 6 കാലുകൾ കാണാൻ പറ്റും. ഇതുപോലെ മക്കി, ഭാവ്ര, ഓർ. മക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഈച്ചയാണ്, ഈ ചിത്രത്തിലുണ്ട്. അതുപോലെ ഭാവ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേനീച്ചയാണ്. ഓർ ഇനിയും ഏതെങ്കിലും ജീവികൾ നിങ്ങൾക്കറിയാമോ? രാം പറയുകയാണ് തിത്തിലി. അറിയാം ടീച്ചറെ, ഞങ്ങൾക്ക് ബട്ടർഫ്ലൈ. സിമ്രാൻ പറയുകയാണ് ജിങ്കൂർ. ജിങ്കൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിട്ടിലാണ്, ഈ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്. എന്നിട്ടോ അധ്യാപിക ശബാഷ് ബച്ചോ. വെരി ഗുഡ് കുട്ടികളെ, ബൗത്ത് സഹിക. നിങ്ങളെല്ലാവരും പറഞ്ഞ ഉത്തരം ശരിയാണ്. ആപ് സബ് കീടോ മേ ഇത്തിനെ രുചി രക്തേ ഹേ. ഓരോ ഇൻസെക്റ്റുകളെയും നിങ്ങൾ ജിജ്ഞാസയോടുകൂടി നിരീക്ഷിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. तो फिर आप में से कोई किसी ऐसे कीड़े का नाम बता सकते हैं जिसके 6 से अधिक पैर होते हैं. അപ്പം ഇൻസെക്റ്റിനെ ഒരുപാട് നിരീക്ഷിക്കുന്ന നിങ്ങളോട് എൻ്റെ അടുത്ത ചോദ്യമാണ്, എന്നാൽ 6 കാലുകളെക്കാട്ടിൽ കൂടുതൽ കാലുകളുള്ള ഒരു പേര് നിങ്ങൾക്ക് പറയാമോ? രമേശ് ഹസ്കർ. ഇത് കേട്ടതും ചിരിച്ചുകൊണ്ട് രമേശ് എണീറ്റിട്ട് പറയുകയാണ് മക്കടി. മക്കടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ചിലന്തി. അപ്പം സവിത പറയുകയാണ് മക്കടിക്ക് തോ 8 पैर दिखाई देते हैं. മക്കടിക്ക്, നമ്മുടെ ചിലന്തിക്ക് 8 കാലുകളാണ് ഉള്ളത്. ജബ് വഹ് ജാലേ പർ ചൽത്തി ഹേ. അത് ചിലന്തി വലയിൽ എഴിഞ്ഞു പോകുമ്പോൾ ഞാൻ ശ്രദ്ധിക്കുമ്പോൾ അതിന് 8 കാലുകളാണ് എനിക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അധ്യാപിക ബിൽക്കുൽ സഹി ബത്തായ. ശരിയായിട്ടുള്ള ഉത്തരം. അബ് മേ ആപ്കോ ഏക് ഓർ ഏസെ കീട് കെ വിഷയ മേ ബത്താന ചാഹത്തി ഹൂം. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു പ്രത്യേക തരം ഇൻസെക്റ്റിനെ കുറിച്ചാണ് പറയാനായിട്ട് പോകുന്നത്. ജിസ്കെ 30 से लेकर 382 तक पैर हो सकते हैं. അതിന് 30 മുതൽ 382, 382 എന്ന് വെച്ച് കഴിഞ്ഞാൽ 382, 382 കാലുകൾ വരെയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. അതായത് 15 എന്ന് വെച്ച് കഴിഞ്ഞാൽ 15 ജോഡി സെ ലേക്കർ 191 ജോഡി തക് പയർ ഹോ സക്തേ ഹെ. അതായത് ഒരു ജോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം 2 കാലുകളാണെന്ന്. അപ്പോൾ 15 ജോഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ 15 × 2 30. 15 ജോഡി മുതൽ 191 എന്ന് വെച്ച് കഴിഞ്ഞാൽ 192, 192 ജോഡി തക് പയർ ഹോ സക്തേ ഹെ. അത്രയും പേർ കാലുകൾ അതിന് കണ്ടേക്കാം. ഇസ് അത്ഭുത് കീടേ കാ നാം ഹേ കൻഖചൂര. അപ്പം ഈ അത്ഭുത ജീവിയുടെ പേരാണ് കൻഖചൂര. കാലുകൾ 30 മുതൽ 382 വരെയുള്ള ജീവിക്ക് ഉദാഹരണമാണ് കൻഖചൂര, പഴുതാര. ആപ് മേസെ കിസിനെ കൻഖചൂര ദേക്കാ ഹേ. നിങ്ങൾ ആരെങ്കിലും പഴുതാരെ കണ്ടിട്ടുണ്ടോ? സബ് വിദ്യാർത്ഥി നഹി, ഇല്ല, ഞങ്ങൾ കണ്ടിട്ടില്ല. അധ്യാപിക വാസ്തവമേ ഘരോമേ ഇൻകാ മിൽന കഠിൻ ഹേ. യഥാർത്ഥത്തിൽ വീടുകളിൽ ഇതിനെ കാണുന്നത് വളരെയധികം വിരളമായിട്ടാണ്. ഈ അധികത്തർ ഏസേ സ്ഥാനോമേ രഹത്തെ ഹേ ജഹാ സീലൻ ഓർ അന്തേരാ ഹോ. നനഞ്ഞതും ഇരുട്ടുള്ളതുമായിട്ടുള്ള സ്ഥലത്താണ് സാധാരണയായിട്ട് പഴുതാരയെ കാണാനായിട്ട് പറ്റുന്നത്. ഉദാഹരണമായിട്ട് ഗിലെ पेड़ों के तने के अंदर या गीली घास या पत्तों के ढेर के नीचे. ഉദാഹരണമായിട്ട് ഗീലെ പേടോ കെ തനോ കെ അന്തർ, നനഞ്ഞ മരത്തിൻ്റെ തൊലിയുടെ അകത്ത്, യാ അല്ലെങ്കിൽ ഗീലി ഘാസ്. ഗീലി ഘാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നനഞ്ഞ പോച്ചയിൽ, യാ പത്തോ കെ ഡേറോ കെ നീച്ചെ അല്ലെങ്കിൽ ഈ ഇലകളെല്ലാം ഒരു കൂനയായിട്ട് കിടക്കുമ്പോൾ അതിൻ്റെ അടിയിലായിട്ടൊക്കെ നമുക്ക് ഈ പഴുതാരയെ കാണാനായിട്ട് പറ്റും. പർ സോച്ചനേക്ക് ബാത്ത് ഏക്ക്. പക്ഷേ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തനെ സാരെ പൈറോം വാലെ കൈസേ ചൽത്താ ഹേ. ഇത്രയധികം കാലുകൾ ഉപയോഗിച്ചിട്ട് ഈ പഴുതാര എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന്. അപ്പം ഈ ഇതെഴുതിയിരിക്കുന്നത് മഞ്ജുള ഭാർഗവ് എന്ന് പറഞ്ഞിരിക്കുന്ന ആളാണ്. അപ്പം അടുത്ത വീഡിയോയിൽ അടുത്ത പാഠവുമായിട്ട് കാണുന്നിടം വരെ ബൈ ബൈ, ടേക്ക് കെയർ.